വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് നിങ്ങൾക്കറിയാമോ? ഞങ്ങളിവിടെ സോൾട്ട് പാൻസിലാണ് കേട്ടോ. ഇവിടെ ഫുള്ള് സോൾട്ടായിരിക്കും. ഇപ്പം നമ്മൾ പാക്കറ്റിൽ നിന്ന് തന്നെ ആണെങ്കിലും നമ്മളിപ്പം സോൾട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് സോൾട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ സോൾട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എനിക്കാണെങ്കിൽ സോൾട്ട് കണ്ടിട്ട് ഭയങ്കര കൊതി, എന്തേലും ഇച്ചിരി എടുത്ത് തിന്നാനായിട്ട്. അപ്പം നമുക്ക് പോവാവേ. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ ചെറിയ കുഴികളിൽ ഇവർ ഉപ്പ് വെള്ളം നിറച്ച് അത് പതുക്കെ പതുക്കെ ഉണങ്ങിയാണ് ഉപ്പ് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഇതേ കണക്ക് റോസ് കണക്ക് ഇങ്ങനെ വരും. അതിനുശേഷം പതുക്കെ പതുക്കെ ഇതേപോലെ വരും കേട്ടോ, വെള്ളക്കണക്ക് ഇങ്ങനെ വന്ന് കട്ട പോലെ ഐസ് കട്ട പോലെ ഇങ്ങനെ വരും. ഇത് ഇച്ചിരി പിങ്കിഷ് അല്ലേ, അതിനുശേഷം ഇച്ചിരി കൂടി വൈറ്റ് ആയിട്ട് വരും. പ്രോസസ്സിങ് ഫാക്ടറിയിൽ ഞങ്ങൾ പോയായിരുന്നു. ഇതേ കണ്ടോ, നല്ല ഉപ്പാണ് കേട്ടോ, കല്ലുപ്പാണിത്. ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ, ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കല്ല് പോലാണ് ഒരുമാതിരി. കണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ ഒരു പാടം പോലാണ് കേട്ടോ. ഇവിടെ നിറച്ചും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് ഇവിടെ ഫുള്ള് വെള്ളം വെച്ചിരിക്കുകയാണ് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. പിന്നെ കണ്ടോ, അവിടെ ഒരു കുറേ ചാക്കുകളിൽ എന്താ പറയുക നമ്മുടെ ഇത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പ് ഫുള്ള് നിറച്ചിട്ടിരിക്കും. പിന്നെ ഇത് കണ്ടോ, കുറേ ചാക്കുകളിലായിട്ട് എന്ന് വെച്ചാൽ ഇവിടെയും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറേ ചാക്കുകളിൽ ഉപ്പ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉപ്പായത് കാരണം ഇത് കണ്ടോ, ഫുള്ളായിട്ട് ഇവിടെ വരെ ഉപ്പ് ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ഉപ്പുപാടം കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിപ്പോയി. പിന്നെ അമ്മ പറഞ്ഞ്, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഇനി നീ പറയല്ലേ ഉപ്പുപാടം കണ്ടിട്ടില്ലെന്ന്. ഇങ്ങനെയാണ് ഉപ്പ് പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ ഉപ്പ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം, എന്ന് വെച്ചാൽ ഇവിടുത്തെ അനുവാദം ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ചാക്കിലുള്ള ഉപ്പെല്ലാം കാണിച്ചു തരട്ടെ. ഇങ്ങോട്ട് ഇതേ ഇവിടെ ഒരു ഉപ്പ് ചാക്കിലുണ്ട്. ഇത് കണ്ടോ, ഐസ് പോലെ കിടക്കുന്ന ഐസ് ബ്രേക്സ് പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ കാണിച്ചത് ക്ലിയർ വൈറ്റ് ആയിട്ട്. നമുക്ക് ഡിഗ്ഗി ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഡിഗ്ഗിങ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഉപ്പ് ചാക്കുകളെല്ലാം ഇവിടെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഓരോ നമ്മൾ ഫാക്ടറിയിൽ നിന്നെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പാക്കറ്റുകളിൽ ഇപ്പം ടാറ്റ ആയിട്ടുള്ള ഇപ്പം എന്താ പറയുക, ഓരോ ഉപ്പുകളുടെയും ഇപ്പം കുറേ ഇതില്ലേ, കുറേ ഉപ്പിൻ്റെ ഫാക്ടറീസിന് നമ്മളിപ്പോൾ കുറേ പ്രൊഡക്ട്സ് കിട്ടത്തില്ല, അതിനകത്ത് ഇത് നമ്മൾ നിറച്ച് തരുന്നതാണ് കേട്ടോ. ഇപ്പം എനിക്കിവിടെ വരാനുള്ള ഭാഗ്യം കിട്ടി, അത് കാരണം ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇവിടെ ഒരു കുന്നോളം ഉപ്പാണ് കിടക്കുന്നത് കേട്ടോ. ഒരു മല പോലാണ് അവർ കൂട്ടി വെച്ചിരിക്കുന്നത്, അരികിലായിട്ട്
അപ്പം ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആൻഡ് നമ്മൾ ഉപ്പ് കഴിക്കുമ്പോൾ നമ്മളിത്